ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഗൂഢാലോചന നടന്നെങ്കിൽ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ കോടതിക്ക് നൽകി. കോടതി നടപടികൾ അടച്ചിട്ട മുറിയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ശബരിമല യുവതീ പ്രവേശനം വീണ്ടും ചർച്ചയാകുന്നു. പൊറോട്ടയും ബീഫും കഴിപ്പിച്ചാണ് മല കയറ്റിയതെന്ന NK പ്രേമചന്ദ്രന്റെ പരാമർശത്തിനെതിരെ CPM. പ്രേമചന്ദ്രന്റേത് കലാപാഹ്വാനമെന്ന് ബിന്ദു അമ്മിണി. I and Kanika Durga entered Shabarimala, and instead of the name of Kanika Durga, he tried to enter another name, Rehana Fatima, because only the intention that the hate against Muslim community and the hate against the beef. വിവാദങ്ങൾക്കിടയിലും പറഞ്ഞതിൽ ഉറച്ച് പ്രേമചന്ദ്രൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ ഇന്ന് തീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം. മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും. നവി മുംബൈയിലുണ്ടായ തീപിടുത്തത്തിൽ 3 മലയാളികളടക്കം 4 മരണം. മരിച്ചത് തിരുവനന്തപുരം സ്വദേശികളായ സുന്ദർ ബാലകൃഷ്ണനും ഭാര്യ പൂജയും 6 വയസ്സുള്ള മകളും. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട്. തീപിടുത്തമുണ്ടായത് പുലർച്ചെ 12:40. കേരയിൽ പദ്ധതിയിൽ മാറ്റമുണ്ടാകുമെന്ന് MV ഗോവിന്ദൻ. മാറ്റം ഏത് രീതിയിൽ വേണമെന്നത് സർക്കാർ പ്രഖ്യാപിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. PM ശ്രീ പദ്ധതിയിലെ CPIയുടെ എതിർപ്പിൽ പ്രതികരണമില്ല. വലിയ എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്. കോഴിക്കോട്ടെ പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റിയതിനെതിരെ വൻ പ്രതിഷേധം. കച്ചവടം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിയെന്ന് ഒരു വിഭാഗം വ്യാപാരികൾ. പ്രതിഷേധക്കാരെ രൂക്ഷമായി വിമർശിച്ച് ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി. പ്രതിപക്ഷം വികസന വിരോധികളെന്ന് മുഖ്യമന്ത്രി. നമ്മുടെ പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ നടന്നാൽ അത് നല്ലതാണെന്ന് അംഗീകരിച്ചാൽ എന്തോ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ചിലർ മാറുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ബീഹാറിൽ നേർക്കുനേർ പോരിന്. സമവായമില്ലാത്തത് 11 മണ്ഡലങ്ങളിൽ. 5ഇടത്ത് RJDയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടും. 2ാം ഘട്ട പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. ആശ്വാസമായി JMMന്റെ പിന്മാറ്റം. അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒളിമ്പിക്സ് മാതൃകയിലുള്ള മേളയിൽ പങ്കെടുക്കുന്നത് 20,000-ലധികം കായിക താരങ്ങൾ. ചാമ്പ്യൻ ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ എത്തിച്ചു. സംസ്ഥാനത്ത് നാളെ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് മുന്നറിയിപ്പുള്ളത്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്? മഞ്ജുഷ്, സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകും എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. നാളെ 3 ജില്ലകളിൽ റെഡ് അലേർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. ഒപ്പം 7 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ്. പ്രധാനമായും വയനാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു എന്ന സൂചനയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഉള്ളത്. 3 ജില്ലകളിൽ റെഡ് അലേർട്ടും 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. ബാക്കി ജില്ലകളിലെല്ലാം തന്നെ 3 ജില്ലകളിൽ റെഡ് അലേർട്ടും 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. എല്ലാ ജില്ലകളിലും മഴയുണ്ടാകും എന്നാണ് പറയുന്നത്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊണ്ട ന്യൂനമർദ്ദം അതേ സ്ഥിതിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 3
3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് അതീവ ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇടിമിന്നൽ ഉണ്ടായിരുന്നു. പല വീടുകൾക്കും നാശനഷ്ടങ്ങളും മറ്റും സംഭവിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ആളുകൾക്ക്. ഈ ഒരു സാഹചര്യത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. പ്രധാനമായും ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അത് ആ രീതിയിൽ തന്നെ തുടരും എന്നാണ് പറയുന്നത്. അതിശക്തമായ മഴയാണ് ഇടുക്കി, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഉള്ളത്. നാളെ ഇത് റെഡ് അലേർട്ടിലേക്ക് മാറുമ്പോൾ കൂടുതൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് പറയുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴ, ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഏറെ ദിവസങ്ങളായി മഴ ദുരിതം വലിയ തോതിൽ അനുഭവിക്കുകയാണ്. റോഡുകൾ തകരുന്നു, പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുന്നു. ഒരു മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഡാമിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമെല്ലാം ഇടുക്കിയിൽ ഉണ്ടായിരുന്നു. അത് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെയായിരിക്കും റെഡ് അലർട്ട്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. കനത്ത മഴയിൽ എറണാകുളം ജില്ലയിലെ കുമ്പളത്ത് വീട് തകർന്നു വീണു. 100 കണ്ണിയിൽ ബൈജുവിന്റെ വീടാണ് തകർന്നത്. പുലർച്ചെയാണ് അപകടമുണ്ടായത്. 35 വർഷത്തോളം പഴക്കമുള്ളതാണ് വീട്. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ബൈജു അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. ഇടക്കാല ഉത്തരവിലാണ് കോടതി ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ അന്വേഷണ സംഘം കോടതിക്ക് നൽകിയിട്ടുണ്ട്. അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടികൾ. കേസ് നവംബർ 15-ന് വീണ്ടും പരിഗണിക്കും. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, സീൽ വെച്ച കവറിലായതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നില്ലല്ലോ. ഇപ്പോൾ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പുറത്തു വരുന്ന വിവരമനുസരിച്ച്? മഞ്ജുഷ, പ്രധാനമായും കേസിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന് തന്നെ ആവർത്തിച്ച് കോടതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളിന്ന് കണ്ടതാണ്. അസാധാരണമായ കോടതി നടപടികളിലേക്ക് തന്നെയായിരുന്നു ഒന്ന് പോയിരുന്നത്. പ്രത്യേകിച്ചും ദേവസ്വം അഭിഭാഷകരെയും സർക്കാർ അഭിഭാഷകരെയും ഒക്കെ കോടതിക്ക് പുറത്തു നിർത്തി അടച്ചിട്ട മുറിയിൽ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് കോടതി സംസാരിച്ചതും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി പരിശോധിച്ചതും തുടർന്ന് എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യവും കോടതി ഈ അവസരത്തിൽ നിർദ്ദേശിക്കുകയുണ്ടായി. ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവനും KV ജയകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ നീക്കം. എന്തായാലും നമ്മൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ അങ്ങേയറ്റം രഹസ്യമായി തന്നെ ഈ വിവരങ്ങൾ സൂക്ഷിക്കണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശത്തിന്റെ അതല്ലെങ്കിൽ അത്രയും സൂക്ഷ്മത ഈ കേസിൽ കാണിക്കണമെന്നുള്ളത് കൊണ്ടാണ് കോടതി അഭിഭാഷകരെ പോലും പുറത്തു നിർത്തി മറ്റു പ്രൊസീഡിംഗ്സിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ SIT ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഇതിൽ നവംബർ 15-ന് കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു കേസ് കൂടി കോടതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ സർക്കാരും ദേവസ്വവും വിജിലൻസുമാണ് കക്ഷികളാവുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും ഈ കേസിൽ കക്ഷികളല്ല. അതുപോലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച കൂടി സമയം നീട്ടി ചോദിച്ചിട്ടുണ്ട് SIT എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രധാനമായും കോടതി പറഞ്ഞ കേസിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തുക എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സീൽ വെച്ച കവറിലാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഈ അന്വേഷണ സംഘാംഗം കോടതിയിൽ എത്തിച്ചത്. അങ്ങനെയാണ് അത് പരിശോധിച്ച ശേഷമാണ് കോടതി തുടർ നടപടികളിലേക്ക് കൂടി ഉത്തരവിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയുന്ന കാര്യം രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന് തന്നെയാണ്. മാത്രമല്ല, മാധ്യമങ്ങളോടോ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും മാധ്യമങ്ങളോട് ഈ കാര്യത്തെ പറ്റിയോ ഇതിന്റെ സൂചനയോ നൽകാൻ പാടില്ല എന്ന് കോടതി നിഷ്കർഷിക്കുന്നുണ്ട്.
പറയുന്നുണ്ട് അങ്ങേയറ്റം അതായത് ഇതിന്റെ രഹസ്യ സ്വഭാവം അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് കോടതി SITയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാലും കോടതി കേസ് വീണ്ടും ഈ 15-ന് പരിഗണിക്കും. അപ്പോൾ ഈ പുതിയ കേസായിരിക്കും പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതുതായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസാണ് പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരും ദേവസ്വവും വിജിലൻസിനെയുമാണ് ഈ കേസിൽ കക്ഷി ചേർത്തിട്ടുള്ളത്. മനീഷ്, ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി അനന്ത സുബ്രഹ്മണ്യത്തെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം വിട്ടയച്ചു. നോട്ടീസ് നൽകിയാണ് വിട്ടയച്ചതെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ദ്വാരപാലക പാളികൾ കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ശബരിമല സ്ത്രീ പ്രവേശനം വീണ്ടും ചർച്ചയാവുകയാണ്. പൊറോട്ടയും ബീഫും കഴിപ്പിച്ചാണ് യുവതികളെ മല കയറ്റിയതെന്ന RSP നേതാവും കൊല്ലം MPയുമായ NK പ്രേമചന്ദ്രന്റെ പരാമർശത്തെ തുറന്നെതിർത്ത് CPM കേന്ദ്രങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. സംഘപരിവാർ നേതാക്കൾ പ്രേമചന്ദ്രന് പിന്തുണയുമായി എത്തുമ്പോൾ UDF കേന്ദ്രങ്ങൾ ആരും ഏറ്റെടുത്തിട്ടില്ല. ആരോപണം നിഷേധിച്ച് ബിന്ദു അമ്മിണിയും രംഗത്തെത്തി. പന്തളത്ത് നടന്ന UDFന്റെ വിശ്വാസ സംരക്ഷണത്തിനിടയിലായിരുന്നു NK പ്രേമചന്ദ്രന്റെ വിവാദമായ ആ വാക്കുകൾ. കേൾക്കാം. പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പ്രേമചന്ദ്രനെതിരെ CPM സൈബർ കേന്ദ്രങ്ങൾ ശക്തമായി രംഗത്തെത്തി. UDFന്റെയും കോൺഗ്രസിന്റെയും മറ്റു നേതാക്കൾ പറയാത്തതും സംഘപരിവാർ കേന്ദ്രങ്ങൾ പോലും ഉന്നയിക്കാത്തതുമായ കടുത്ത ആരോപണമാണ് NK പ്രേമചന്ദ്രൻ ഉന്നയിച്ചത് എന്നതാണ് CPM കേന്ദ്രങ്ങളുടെ വാദം. എന്ന് മാത്രമല്ല, UDFന്റെ ഭാഗമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിൻപറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഇത്തരം നിലപാടെടുത്തത് എന്നതുകൂടിയാണ് സൈബർ കേന്ദ്രങ്ങളിൽ രൂക്ഷമായ നീക്കങ്ങൾക്ക് കാരണമായത്. പ്രേമചന്ദ്രനെതിരെ CPM കേന്ദ്രങ്ങളും രൂക്ഷ പരാമർശം നടത്തുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഇപ്പോൾ പുതുതായി എന്നതുപോലെ അവതരിപ്പിക്കുന്നത്. അതിലൊരു വസ്തുതയുമില്ല. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് ഇരുട്ടിൽ കരിമൂച്ചിയെ തപ്പും പോലെ പ്രേമചന്ദ്രനും കൂട്ടുകാരും തപ്പി നോക്കുകയാണ്. പിന്നാലെ പ്രേമചന്ദ്രൻ വിശദീകരണവുമായി രംഗത്തെത്തി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വാദിക്കുന്ന പ്രേമചന്ദ്രൻ പക്ഷേ തന്റെ പാർട്ടിയിലെ ഷിബു ബേബി ജോൺ അടക്കം മുമ്പ് ഉന്നയിച്ച ഈ ആക്ഷേപം താൻ മാത്രം ഉന്നയിക്കുമ്പോൾ എന്തിന് വിവാദമാകുന്നു എന്ന ചോദ്യം ഉന്നയിക്കുന്നു. RSPയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഷിബു ബേബി ജോൺ ആണ് ആദ്യമായി ഈ പ്രശ്നം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു. ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോഴും VD സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം CPM സൈബർ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കനത്ത കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ വിഷയത്തിൽ പ്രേമചന്ദ്രനപ്പുറം UDFന്റെയോ കോൺഗ്രസിന്റെയോ മറ്റു നേതാക്കൾ സമാന പ്രസ്താവനകളുമായി ഇത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പ്രേമചന്ദ്രന്റെ ആരോപണങ്ങൾ ബിന്ദു അമ്മിണിയും നിഷേധിച്ചു. And he trying to connect my name and one of my friend Reghna Fatima's name. He born and brought up in a Muslim family, but he's also one of the person to enter Shabarimala, but not with me. And I enter Shabarimala with Kanagadurga, and he Premachandran deliberately trying to manipulate all these scenarios and situations for his personal and political benefit. ശബരിമല എന്നും തീ പിടിപ്പിക്കുന്ന വിഷയമാണ്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നീങ്ങാൻ തന്നെയാണ് UDFന്റെ നീക്കം. എക്കാലവും CPMനും സർക്കാരിനുമെതിരെ UDFും ഒപ്പം തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങളും ഈ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിലും സമീപകാലത്ത് ഇതാദ്യമായിട്ടാണ് ഇത്ര ശക്തമായ രൂക്ഷമായ പരാമർശം. അതുകൊണ്ട് തന്നെ CPM നേതാക്കളും കരുതലോടെയാണ് പ്രേമചന്ദ്രനെതിരെ നീക്കങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ശബരിമല യുവതീ പ്രവേശന വിഷയം വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഉയർത്തിവിടുന്നതോടുകൂടി വിഷയത്തിൽ വലിയ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കും സാധ്യതയുണ്ട്. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും രാഷ്ട്രപതിയെ സ്വീകരിക്കും. രാഷ്ട്രപതി നാളെ ശബരിമലയിൽ ദർശനം നടത്തും. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഏതെല്ലാം പരിപാടികളിലാണ് രാഷ്ട്രപതി പങ്കെടുക്കുക?
മഞ്ജുഷെ 5 പതിറ്റാണ്ടിന് ശേഷം രാജ്യത്തിൻ്റെ രാഷ്ട്രപതി സന്നിധാനത്തെത്തുകയാണ്. ഇന്ന് വൈകിട്ട് അവർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്ന് വൈകിട്ട് രാജ്ഭവനിലാകും രാഷ്ട്രപതി വിശ്രമിക്കുക. നാളെ രാവിലെ 8 മണിയോടുകൂടി രാഷ്ട്രപതി നിലയ്ക്കലിലേക്ക് പ്രത്യേക ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിലേക്ക് പോകും. നിലയ്ക്കൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് പോകും. പമ്പയിൽ വെച്ചാകും രാഷ്ട്രപതി ദ്രൗപദി മുർമു കെട്ടുനിറയ്ക്കുക. അവിടെ നിന്ന് പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്തേക്ക് എത്തും. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി 18ാം പടി ചവിട്ട് തരത്തിലാണ് ക്രമീകരണങ്ങൾ. 18ാം പടിക്ക് മുകളിൽ പൂർണ്ണ കുംഭം നൽകി ദേവസ്വം ബോർഡും സർക്കാരും രാഷ്ട്രപതിയെ സന്നിധാനത്തേക്ക് സ്വാഗതം ചെയ്യും. അവിടെ നിന്ന് വൈകിട്ടോടുകൂടി തിരികെ രാജ്ഭവനിലെത്തും. അവിടെയാകും അന്നത്തെ വിശ്രമം. നാളെ തന്നെ ഗവർണർ ആതിഥ്യമരുളുന്ന ഒരു വിരുന്നും രാഷ്ട്രപതിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്ഷണിക്കപ്പെട്ട കേന്ദ്രമന്ത്രിമാരും മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളുമൊക്കെ പങ്കെടുക്കും. അതിനുശേഷം രാജ്ഭവനിൽ KR നാരായണൻ്റെ മുൻ രാഷ്ട്രപതിയും മലയാളിയുമായ KR നാരായണൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായിരിക്കെ രാജ്ഭവനിലെത്തുമ്പോഴാണ് ഇവിടെ KR നാരായണൻ്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത്. അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് അംഗീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചടങ്ങിൽ രാംനാഥ് കോവിന്ദും ആരിഫ് മുഹമ്മദ് ഖാനും പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും പങ്കെടുക്കും. അതിനുശേഷമാകും രാഷ്ട്രപതി കോട്ടയത്തെ പരിപാടികളിലേക്ക് പോവുക. കോട്ടയത്ത് നിന്ന് കുമരകത്ത് വിശ്രമിച്ച ശേഷം അടുത്ത ദിവസം എറണാകുളത്തും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകും വിധമാണ് ക്രമീകരണം. ശബരിമലയിലേക്ക് രാഷ്ട്രപതി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തവണ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി തിരുവനന്തപുരത്തെത്തും. നവി മുംബൈയിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളി കുടുംബത്തിലെ 3 പേർ ഉൾപ്പെടെ 4 മരണം. തിരുവനന്തപുരം സ്വദേശികളാണ് മരിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണം. ഇന്ന് പുലർച്ചെ 12:40ഓടെയാണ് അപകടം. നവി മുംബൈയിലെ വാഷി സെക്ടർ 14-ലെ രാഹേജ റെസിഡൻസിയിലാണ് തീ പടർന്നത്. അപകടത്തിൽ 4 പേർക്കാണ് ദാരുണാന്ത്യം. ഇതിൽ 3 പേർ തിരുവനന്തപുരം സ്വദേശികളാണ്. പൂജ രാജൻ, സുന്ദർ ബാലകൃഷ്ണൻ, 6 വയസ്സുകാരി വേദിക സുന്ദർ ബാലകൃഷ്ണൻ എന്നിവരാണ് മരിച്ച മലയാളികൾ. ഇവർ വർഷങ്ങളായി മുംബൈയിലാണ് താമസം. മരിച്ച മറ്റൊരാൾ മഹാരാഷ്ട്ര സ്വദേശിയാണ്. അപ്പാർട്ട്മെന്റിലെ 10ാം നിലയിലാണ് ആദ്യം തീ പടർന്നത്. പിന്നീട് 11, 12 നിലയിലേക്ക് അതിവേഗം വ്യാപിച്ചു. അപകടത്തിൽ 10-ലേറെ പേർക്ക് പരിക്കേറ്റു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തെ തുടർന്ന് 3 ഫ്ളാറ്റുകളിലേക്ക് തീ പടർന്നു. ഇതോടെ കുടുംബത്തിന് പുറത്തിറങ്ങാൻ സാധിച്ചില്ലെന്നും അവർ കുടുങ്ങിക്കിടന്നതായും ദൃക്സാക്ഷികൾ പറയുന്നു. എന്നാൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട മറ്റു താമസക്കാർ ഓടി രക്ഷപ്പെട്ടു. വിവിധയിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ കെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബംഗളൂരുവിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂൾ പ്രിൻസിപ്പൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്വകാര്യ സ്കൂളിനെതിരെ കുട്ടിയുടെ മാതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അധ്യാപകരും പ്രിൻസിപ്പലും ചേർന്ന് കുട്ടിയെ തടഞ്ഞുവെച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി വന്നിരിക്കുന്നത്. ബംഗളൂരു സുൻകടകട്ടയിലെ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാവ് ദിവ്യ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി ഇങ്ങനെ: ഒക്ടോബർ 14 വൈകിട്ട് പ്രിൻസിപ്പൽ രാകേഷ് കുമാർ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനം സഹിക്കാനാവാതെ കുട്ടി ഓടിപ്പോകാൻ ശ്രമിച്ചപ്പോൾ അധ്യാപികയായ ചന്ദ്രിക തടഞ്ഞുവെച്ചു. സ്കൂൾ ഉടമ വിജയകുമാർ അക്രമം നടക്കുന്നത് നോക്കി നിന്നു. മർദ്ദനശേഷം കുട്ടിയുടെ മാനസിക നിലയടക്കം മോശമായെന്നും പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കുട്ടി 2 ദിവസം സ്കൂൾ അവധിയായിരുന്നതിനാണ് മർദ്ദിച്ചതെന്നാണ് സൂചന. PVC പൈപ്പ് ഉപയോഗിച്ച് മർദ്ദിച്ചെന്ന് പരാതിയിൽ പറയുന്നു. മകനെ മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിന് സ്കൂൾ മാനേജ്മെന്റ് തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയെന്നും കുട്ടിയുടെ മാതാവ് പരാതിയിൽ പറയുന്നു. സ്കൂളിൽ നിന്നും TC വാങ്ങി പോകണമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നിർദ്ദേശം. തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം വേണമെന്നും കുട്ടിയുടെ മാതാവ് ദിവ്യ ആവശ്യപ്പെട്ടു. സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് കുമാർ, അധ്യാപിക ചന്ദ്രിക, സ്കൂൾ ഉടമ വിജയകുമാർ എന്നിവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് കുട്ടിയുടെ മാതാവിന്റെ ആവശ്യം. പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. കുട്ടിയുടെ മെഡിക്കൽ പരിശോധന, സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. ന്യൂസ് ഡെസ്ക്,
ന്യൂസ് 18. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ തർക്കം തുടരുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ നേർക്ക് നേർ മത്സരിക്കുന്നത് 11 മണ്ഡലങ്ങളിലാണ്. ഇതിൽ 5ഇടത്ത് RJDയും കോൺഗ്രസും തമ്മിലാണ് മത്സരം. 11 മണ്ഡലങ്ങളിൽ 5ഇടത്ത് പത്രിക പിൻവലിക്കാൻ നാളെ വരെ സമയമുള്ളതിനാൽ സമവായ ചർച്ച തുടരുകയാണ്. 6 മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് JMM പിന്മാറിയത് ഇന്ത്യ സഖ്യത്തിന് ആശ്വാസമായിട്ടുണ്ട്. ബീഹാറിൽ എല്ലാം ശരിയല്ല ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങളിലെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച വൈകിട്ട് അവസാനിച്ചപ്പോൾ ഇന്ത്യ സഖ്യം ഏറ്റുമുട്ടുന്നത് 11 മണ്ഡലങ്ങളിൽ. മുന്നണിയിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കക്ഷികൾ എതിരിടുന്നത് 5ഇടത്ത്. നർക്കാട്ടിയഗഞ്ച്, വൈശാലി, സുൽത്താൻഗഞ്ച്, കഹൽഗാവ് എന്നീ മണ്ഡലങ്ങളിലാണ് RJD കോൺഗ്രസ് പോരാട്ടം. മുന്നണി ധാരണ പ്രകാരം CPIക്ക് അനുവദിച്ച 6 മണ്ഡലങ്ങളിൽ 4ലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. RJDയും വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും തമ്മിൽ ബാബുഹാഷി, ചേൻപൂർ മണ്ഡലങ്ങളിൽ ഏറ്റുമുട്ടും. ഗ്വാരാബോറ മണ്ഡലത്തിൽ VIP സ്ഥാനാർത്ഥിക്കെതിരെ RJD മത്സരിക്കില്ല. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ RJD VIP നേതൃതല ചർച്ചയിൽ ധാരണയായി. 20 സീറ്റിൽ മത്സരിക്കുന്ന CPIMനും 2 സീറ്റിൽ മത്സരിക്കുന്ന CPMനും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് എതിരാളികളില്ല. സൗഹൃദ മത്സരമെന്ന RJDയും കോൺഗ്രസും വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് നേർക്കുനേർ മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതയെ തന്നെയാണ് ബാധിക്കുക. അതേസമയം 6 മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചുവെങ്കിലും കടുത്ത വിമർശനം തുടരുകയാണ് JMM. സീറ്റ് നൽകാത്തത് കോൺഗ്രസ് RJD ഗൂഢാലോചനയാണെന്ന് ആരോപിച്ച JMM ജാർഖണ്ഡിൽ സഖ്യം പുനഃപരിശോധിക്കുമെന്നും ആവർത്തിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ബംഗളൂരുവിൽ ഓല സ്കൂട്ടർ കമ്പനിയിലെ എഞ്ചിനീയറുടെ ആത്മഹത്യയിൽ CEOയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ജീവനൊടുക്കിയ അരവിന്ദിന്റെ മുറിയിൽ നിന്ന് 28 പേജുള്ള ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് മരിച്ച 2 ദിവസങ്ങൾക്ക് ശേഷം 17 ലക്ഷത്തിലധികം രൂപ ക്രെഡിറ്റ് ആയതാണ് സംശയങ്ങൾ കമ്പനി ഉദ്യോഗസ്ഥരിലേക്ക് നീളാൻ കാരണം. അതേസമയം കമ്പനിയും ആരോപണ വിധേയരും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹിജാബ് വിവാദത്തിൽ എറണാകുളം സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് സ്കൂൾ വിടാൻ ഒരുങ്ങുന്ന കുട്ടികളുടെ TC അപേക്ഷയിൽ തീരുമാനം. LP സ്കൂളിലെ 2 കുട്ടികളുടെ TC നൽകുന്നതിന് തടസ്സമില്ലെന്ന് രക്ഷിതാക്കളെ അധികൃതർ അറിയിച്ചു. അതേസമയം ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കെ ഹൈക്കോടതി നിലപാട് അറിഞ്ഞ ശേഷമാകും ഹിജാബ് ധരിക്കുന്നതിന് വിലക്ക് നേരിട്ട വിദ്യാർത്ഥിനി സ്കൂൾ മാറുന്നതിൽ തീരുമാനമെടുക്കുകയുള്ളൂ. പള്ളുരുത്തി സെൻറ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട അവിടെ മാനേജ്മെൻറ്റിൻ്റെയും PTA പ്രസിഡൻ്റെയും എല്ലാം തന്നെ പെരുമാറ്റത്തിൽ അവരോട് പ്രതിഷേധവുമായിട്ടാണ് ഈ 2 വിദ്യാർത്ഥികളുടെയും TC വാങ്ങാനായിട്ട് മാതാപിതാക്കൾ തീരുമാനിച്ചത്. അതിനുള്ള അപേക്ഷ അവർ നൽകിയിരുന്നു. അപേക്ഷയോട് പ്രതികരിച്ചതെന്നാണ് TC നൽകുന്നതിൽ തടസ്സമില്ല എന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. കാരണം ഇവരൊരു അപേക്ഷ എത്രയും പെട്ടെന്ന് TC നൽകണം എന്നതായിരുന്നു. അപ്പോൾ അതിൽ മറുപടി നൽകിയിരിക്കുന്നത് TC നൽകുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല, TC എപ്പോൾ വേണമെങ്കിലും നൽകാമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് കുട്ടിയുടെ മാതാപിതാക്കൾ അടുത്ത ദിവസം TC വാങ്ങുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഉയർന്ന വിവാദങ്ങൾ, ഹിജാബുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങൾ, ഹിജാബിനോടുള്ള സ്കൂളിൻ്റെ ആ ഒരു അതിൽ പ്രതിഷേധിച്ചല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ പ്രസ്താവനകളുണ്ട്. ആ പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ PTA പ്രസിഡന്റ് നടത്തിയ പ്രസ്താവനകളുണ്ട്. അത് വളരെ അപക്വവും അതോടൊപ്പം തന്നെ വളരെയധികം സമുദായ സ്പർദ്ധ വളർത്തുന്നതുമാണ് എന്നതാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചത്. ഇതിനോടുള്ള പ്രതിഷേധം എന്ന രീതിയിലാണ് തങ്ങൾ ആ വിദ്യാലയത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചത് എന്ന് അവർ പറഞ്ഞിരുന്നു. അതാണ് TCക്കുള്ള ഒരു അപേക്ഷ നൽകുകയും ചെയ്തത്. ഇപ്പോൾ അത് നൽകാൻ മാനേജ്മെൻറ്റും സമ്മതം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവരെ ഇവിടെ തോപ്പുംപടിയിലുള്ള മറ്റൊരു കോൺവെൻറ്റ് സ്കൂളായ തോപ്പുംപടി അവർ ലേഡീസ് കോൺവെൻറ്റ് സ്കൂളിലേക്ക് മാറ്റുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കൾ പറഞ്ഞ് തങ്ങൾക്ക് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളോട് യാതൊരു രീതിയിലുള്ള എതിർപ്പുമില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയോടാണ് എതിർപ്പ്. ഈ മാനേജ്മെൻറ്റുകൾ നല്ല രീതിയിൽ വിദ്യാലയങ്ങൾ നടത്തുന്നു, അതുകൊണ്ടാണ് തങ്ങൾ മറ്റൊരിടത്തേക്ക് ഇതിനെല്ലാം സ്വാതന്ത്ര്യമുള്ള, അതിനെല്ലാം അംഗീകരിക്കുന്ന ഒരിടത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഈ 2 കുട്ടികളുടെയും TC നൽകാൻ തയ്യാറാണ് എന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു കാര്യം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്ന ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട ഇത് ആദ്യഘട്ടത്തിൽ പരാതിയുമായി വന്ന നടപടികൾ നേരിട്ട പെൺകുട്ടി, അവരുടെ മാതാപിതാക്കളും മാതാപിതാക്കൾ തീരുമാനിച്ചിരുന്നത്
TC വാങ്ങിപ്പോവുക എന്നതായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഹൈക്കോടതി സർക്കാർ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റ് ഹൈക്കോടതിയിലേക്ക് പോയിരുന്നു. അതിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് സർക്കാർ എന്താണ് ഈ വിഷയത്തിൽ കൈക്കൊണ്ട നടപടി, എന്താണ് സർക്കാരിൻ്റെ ഒരു തീരുമാനം, തുടർ തീരുമാനം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ വിദ്യാലയത്തോട് സെൻറ് റീത്താസ് സ്കൂളിനോട് ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ അതൊരു സർക്കുലറായി ഇവിടെ നൽകിയിരുന്നു. ആ സർക്കുലറിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ഹൈക്കോടതിയിലെത്തുകയും ഈ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നുമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ സർക്കുലർ തുടക്കത്തിൽ സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി തയ്യാറായിട്ടില്ല. സർക്കാരിൻ്റെ വിശദീകരണം ഇക്കാര്യത്തിൽ തേടിയിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ വിശദീകരണം എന്താണ് എന്ന് വന്നതിന് ശേഷം മാത്രമേ ഇനി ഈ കുട്ടി ഈ സ്കൂളിൽ നിന്ന് TC വാങ്ങണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് അവരുടെ രക്ഷിതാക്കളും പറഞ്ഞിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. വെള്ളിയാഴ്ച വരെയും ഹൈക്കോടതിയും സ്കൂളിൽ വരില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ തീരുമാനം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നതിന് ശേഷം മാത്രം ഇക്കാര്യത്തിൽ തുടർ തീരുമാനങ്ങൾ എടുക്കാമെന്നതാണ് അവരുടെ രക്ഷിതാക്കളും അറിയിച്ചിരിക്കുന്നത്. നിലവിലെ കെയർ റെയിൽ പദ്ധതി ഉപേക്ഷിച്ച് പുതിയ പദ്ധതി കൊണ്ടുവരാനോ കെയർ റെയിൽ പദ്ധതിയിൽ അടിമുടി മാറ്റം വരുത്താനോ ഉള്ള ആലോചനയിൽ സർക്കാർ. ഇതേക്കുറിച്ച് ആവർത്തിച്ച് സൂചന നൽകിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കെയർ റെയിൽ പദ്ധതിയിൽ മാറ്റമുണ്ടാകും എന്നല്ലാതെ അതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അനിശ്ചിതത്വത്തിൽ തുടരുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി കേരളയിൽ മാറ്റം വരുമെന്ന് വ്യക്തമാക്കുന്നതാണ് MV ഗോവിന്ദന്റെ ഇന്നത്തെ പ്രതികരണം. അതിപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞില്ല. തീരുമാനം വരുമ്പോൾ അത് പറയാം. ഉണ്ടാവും. അതൊന്നും തീരുമാനിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. കേരള പദ്ധതിക്ക് പകരം സർക്കാർ മറ്റു സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നായിരുന്നു പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പറഞ്ഞത്. കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടേക്ക് പോയപ്പോൾ പലരും പറഞ്ഞു എവിടെ നിന്ന് നിങ്ങൾക്ക് പണം. അന്ന് സഖാവ് പിണറായി പറഞ്ഞു പണം കേരളത്തിനൊരു പ്രശ്നമല്ല, പദ്ധതി നിങ്ങൾ അംഗീകരിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. പക്ഷേ അവരത് അംഗീകരിച്ചില്ല. പുതിയ മാർഗം നമ്മൾക്ക് കണ്ടെത്തേണ്ടി വരും. കേരളത്തിന് 10-50 വർഷക്കാലത്തെ വികസനം കണ്ടുകൊണ്ടാണ് കേരളയിൽ അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പുതിയ സമീപനത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. എന്നാൽ നിലവിലെ കേരള പദ്ധതി ഉപേക്ഷിക്കാനോ അടിമുടി മാറ്റം വരുത്താനോ തീരുമാനിച്ചിട്ടില്ലെന്ന അനൌദ്യോഗിക വിശദീകരണമാണ് സർക്കാർ നൽകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തെ തുടർന്ന് കേരള പദ്ധതി സർക്കാർ ഉപേക്ഷിക്കുന്നതായി വാർത്തകൾ പ്രചരിച്ചിട്ടും ഇന്നും പദ്ധതിയിൽ മാറ്റമുണ്ടാകും എന്നുതന്നെയാണ് MV ഗോവിന്ദൻ ആവർത്തിച്ചത്. ശ്രീധരൻ നിർദ്ദേശിച്ച ബദൽ പദ്ധതിയാണോ എന്നടക്കമുള്ള ഉപചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. എന്തായാലും ഭൂമി നഷ്ടമായവരുടെ പ്രതിഷേധത്തെയും കേന്ദ്ര സർക്കാർ നിലപാടിനെയും തുടർന്ന് അനിശ്ചിതത്വത്തിൽ തുടരുന്ന കേരള പദ്ധതിക്ക് ബദൽ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലാണെന്നത് വ്യക്തമാണ്. കേരള പദ്ധതി ഉപേക്ഷിച്ച് ബദൽ പദ്ധതിയാണോ നിലവിലെ പദ്ധതിയിൽ മാറ്റം വരുത്തുകയാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തോട് പ്രതികരിക്കാതെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ CPIയുടെ എതിർപ്പ് നിലനിൽക്കെയാണ് മാധ്യമങ്ങൾ MV ഗോവിന്ദനോട് പ്രതികരണം തേടിയത്. CPI വലിയ എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്. H-1B വിസയിൽ കടുംപിടുത്തം വിട്ട് അമേരിക്കയിൽ താമസിക്കുന്നവർക്ക് വിസ പുതുക്കുന്നതിന് $1 ലക്ഷം കെട്ടിവെക്കേണ്ട എന്നാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ നിർദ്ദേശം. പുതുതായി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ ഭീമമായ വിസ ഫീസ് ബാധകമാകൂ. H-1B വിസയിൽ അമേരിക്ക കടുംപിടുത്തം വിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ H-1B വിസയ്ക്ക് ഇനി മുതൽ രാജ്യത്തിന് പുറത്തു നിന്നുള്ള പുതിയതായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ $1 ലക്ഷം എന്ന അധിക ഫീസ് നൽകേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അമേരിക്കയിൽ നിലവിൽ താമസിക്കുന്ന വിദേശ പൗരർക്ക്, അവിടെ ജോലി ചെയ്യുന്നവർക്ക് H-1B വിസയ്ക്ക് പുതുക്കി നൽകുന്നതിന് $1 ലക്ഷം എന്ന അധിക തുക നൽകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള വിവരം. അതിൽ അമേരിക്ക അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അമേരിക്കയിലേക്ക് ജോലി തേടി പോകുന്നത്. അവർക്ക് ഇനി മുതൽ $1 ലക്ഷം എന്ന അധിക തുക അമേരിക്കയിൽ കെട്ടിവെച്ച് വേണം അവിടെ ജോലി ചെയ്യാൻ. അതായത് അവർക്ക് ഇപ്പോൾ ഒരു കമ്പനി $1.5 ലക്ഷം $1.5 ലക്ഷം വാർഷികമായി നൽകാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഇന്ത്യക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് രാജ്യത്തിലുള്ളവർക്ക് വേണ്ടി $2.5 ലക്ഷം വാർഷികമായി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ഒരു
$1 ലക്ഷം അധിക നഷ്ടം കമ്പനികൾക്ക് ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. അതായത് ഏറ്റവും പുതിയതായിട്ട് വരുന്ന ആളുകളെ അമേരിക്കയിലേക്ക് എത്തിക്കുന്നതിന് $1 ലക്ഷം കമ്പനികൾ നൽകണം. എന്നാൽ അതേസമയം തന്നെ അമേരിക്കയിൽ നിലവിൽ തുടരുന്നവർക്ക് വീസ പുതുക്കി നൽകുന്നതിന് വേണ്ടിയിട്ട് പുതുക്കി കിട്ടാൻ $1 ലക്ഷം അധികമായി നൽകേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്കറിയാം 2024 1,41,000 വീസകളാണ് H-1B വീസകളാണ് അമേരിക്ക നൽകിയതെങ്കിൽ അതിൽ 54% അമേരിക്കയ്ക്ക് അകത്ത് നിൽക്കുന്ന വിദേശ പൗരർക്കുള്ളതായിരുന്നു. അതായത് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പുതിയതായിട്ട് വരുന്ന ഈ വീസയുടെ അധിക തുക എന്ന് പറയുന്നത് അവിടെ പകുതിയിലധികം ആളുകൾക്കും അത് ബാധകമാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കാർക്കടക്കം നിരവധി ഇന്ത്യക്കാർ ഇപ്പോൾ തന്നെ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് വലിയ ആശ്വാസമാകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പുതിയതായിട്ട് അമേരിക്കയിലേക്ക് എത്തുന്നവർക്ക് ഈ $1 ലക്ഷം അത് അടച്ചു തന്നെയാണ് അമേരിക്കയിലേക്ക് എത്താൻ, അവിടെ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. ഇതിൽ നിന്ന് ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് അമേരിക്ക ഉദ്ദേശിക്കുന്ന ഏറ്റവും കഴിവുള്ള മറ്റ് രാജ്യത്തുള്ളവരെ അമേരിക്കയിൽ നിർത്തുക, അതുപോലെ എന്നാൽ അമേരിക്കയിലുള്ളവർക്ക് കൂടി, അമേരിക്കൻ പൗരർക്ക് കൂടി അമേരിക്കയിൽ തന്നെ ജോലി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് അമേരിക്ക കൈക്കൊള്ളുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഒരു നടപടിയാണ് ഇപ്പോൾ US സിറ്റിസൺസ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ മാർഗനിർദ്ദേശങ്ങളിലൂടെ പുറത്തുവരുന്നത്. വെടിനിർത്തലിനിടയിലും ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേൽ സമാധാന കരാർ അട്ടിമറിക്കുമെന്ന ആശങ്കയിലാണ് അമേരിക്ക. ഈ സാഹചര്യത്തിലാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇസ്രായേൽ സന്ദർശനം. അതിനിടെ ഹമാസിനെതിരെ വീണ്ടും ഭീഷണി മുഴക്കി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇനിയും ആയുധമെടുക്കാൻ ഒരുങ്ങിയാൽ ഹമാസിനെ നശിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ നിലനിൽക്കുന്ന ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് 40 പേരാണ്. ഇതാണ് സമാധാന കരാർ ഇസ്രായേൽ അട്ടിമറിക്കുമോ എന്ന ആശങ്കയുടെ ആധാരം. ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകുന്നില്ല, IDFന്റെ നിയന്ത്രണ രേഖയായ യെല്ലോ ലൈൻ മറികടക്കുന്നു തുടങ്ങിയ ദുർബല ആരോപണങ്ങൾ ഉന്നയിച്ചാണ് കരാർ ലംഘിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഞായറാഴ്ചയുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നാലെ US പ്രതിനിധികൾ ഇസ്രായേലുമായി ചർച്ച നടത്തി വരികയാണ്. എന്നാൽ കരാർ ലംഘനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുതെന്ന കാര്യം ഊന്നിപ്പറയുന്നതിനാണ് JD വാൻസ് നേരിട്ട് ഇസ്രായേലിൽ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഹമാസിൽ നിന്ന് മോചിതരായവർ എന്നിവരെ JD വാൻസ് കാണും. കരാറിന്റെ ആദ്യപടിയായ ബന്ദിമോചനത്തിൽ ജീവനോടെ ഉണ്ടായിരുന്ന എല്ലാ ഇസ്രായേലികളെയും ഹമാസ് വിട്ടുനൽകി. മരിച്ച 13 പേരുടെ മൃതദേഹങ്ങളും കുടുംബങ്ങൾക്ക് കൈമാറി. എന്നാൽ ബാക്കി മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലാണെന്നും പുറത്തെടുക്കാൻ ഉപകരണങ്ങളുടെ സഹായം വേണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം പരിഗണിച്ച് തുർക്കിയിൽ നിന്ന് വിദഗ്ധ സംഘത്തെ ഗാസയിലെത്തിച്ച് മൃതദേഹങ്ങൾ പുറത്തെടുക്കാനാണ് നീക്കം. അതേസമയം ഹമാസിനെതിരെ വീണ്ടും ഭീഷണി മുഴക്കി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇനിയും ആയുധമെടുക്കാൻ ഒരുങ്ങിയാൽ ഹമാസിനെ നശിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ന്യൂസ് ഡെസ്ക്, News 18. അമേരിക്കയിൽ വൻ പ്രതിസന്ധിയുണ്ടാക്കി ഷട്ട്ഡൌൺ. ധനാനുമതി ബിൽ വീണ്ടും സെനറ്റിൽ പരാജയപ്പെട്ടതോടെ അടച്ചുപൂട്ടൽ 21ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. തുടർച്ചയായ 11ാം തവണയാണ് ബില്ല് പരാജയപ്പെടുന്നത്. ഭരണസ്തംഭനത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്കാണ് ശമ്പളം വൈകുന്നത്. സർക്കാർ ചെലവുകൾക്കുള്ള ധനാനുമതി ബിൽ പാസ്സാകാതെ വന്നതോടെ അമേരിക്കയിലെ സർക്കാർ ഷട്ട്ഡൌൺ വീണ്ടും പ്രതിസന്ധിയായി തുടരും. കഴിഞ്ഞ ദിവസം സെനറ്റിൽ ബില്ല് ചർച്ചയ്ക്കെടുത്തപ്പോൾ 43-നെതിരെ 50 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ബില്ല് പാസ്സാകാൻ മിനിമം 60 വോട്ടുകളാണ് വേണ്ടത്. ഡെമോക്രാറ്റ് പാർട്ടി അംഗങ്ങളെ അനുനയിപ്പിക്കാൻ റിപ്പബ്ലിക്കൻസിന് സാധിക്കാത്തതാണ് പ്രതിസന്ധി തുടരാൻ കാരണം. അഫോർഡബിൾ കെയർ ആക്ട് പ്രകാരം ആരോഗ്യ ഇൻഷുറൻസിന് നൽകിവരുന്ന നികുതി ഇളവുകൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നതാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം. എന്നാൽ ഇത് സാധിക്കില്ലെന്ന് റിപ്പബ്ലിക്കൻസും നിലപാട് കടുപ്പിച്ചതാണ് പ്രതിസന്ധിയായത്. ബില്ല് പാസ്സായതിനു ശേഷം ആരോഗ്യ സബ്സിഡികളുടെ കാര്യം പരിഗണിക്കാമെന്ന് ഇവർ പറഞ്ഞെങ്കിലും പ്രതിപക്ഷം അംഗീകരിച്ചില്ല. ഇതിനിടെ US പ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ ഡെമോക്രാറ്റ് പാർട്ടിയെ കുറ്റപ്പെടുത്തി രംഗത്തെത്തി. പ്രതിപക്ഷം കാരണമാണ് അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. This is the first time in history that any party has had the audacity to shut down the government over a totally clean, nonpartisan continuing resolution. This is a political stunt, and it's the first time it's been done, and it is the most costly, most selfish, most dangerous political stunt in the history of the United States Congress. 1.70 ലക്ഷം കോടി ഡോളറിന്റെ ധനാനുമതി ബില്ല് പരാജയപ്പെട്ടതോടെ അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം US-ൽ സ്തംഭിച്ചു. 7 ലക്ഷം ഫെഡറൽ ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിൽ തുടരുകയാണ്. സാന, ന്യൂക്ലിയർ ഏജൻസി പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളിലും ജീവനക്കാരുടെ കുറവുണ്ട്.
ഷട്ട്ഡൌൺ കൂടുതൽ പിരിച്ചുവിടലുകൾക്ക് കാരണമാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. സർക്കാർ സേവനങ്ങൾ നിലച്ചത് സാധാരണക്കാരെയും പ്രതിസന്ധിയിലാക്കി. വരും ദിവസങ്ങളിലും US സെനറ്റിൽ ധനാനുമതി ബില്ല് ചർച്ചയ്ക്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം പാളയത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ DJ പാർട്ടിക്കിടെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ കൂട്ടത്തല്ല്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഉണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. തിരുവനന്തപുരം പാളയത്ത് യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്തുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കഴിഞ്ഞ 18-ാം തീയതി ശനിയാഴ്ച രാത്രി DJ പാർട്ടി നടക്കുന്നതിനിടയിൽ ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 3 ഘട്ടമായി അവിടെ ഈ കൂട്ടയടി ഉണ്ടായി എന്നാണ് പറയുന്നത്. ഒരു തവണ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളും അതോടൊപ്പം മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്ന് വന്ന മറ്റൊരു സംഘവുമായി ഏറ്റുമുട്ടുന്നു. അത് ഏറ്റുപിടിച്ച് മറ്റ് 2 സംഘങ്ങൾ തമ്മിൽ പിന്നീട് പുറത്ത് വെച്ച് ജനറൽ ആശുപത്രിയെ സമീപത്ത് വെച്ച് വീണ്ടും ഏറ്റുമുട്ടലുണ്ടാകുന്നു. അതിനുശേഷം ഈ DJ പാർട്ടി നടന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായ കുടുപ്പകയാണ്. അതായത് കടകളിൽ നിന്ന് പണം പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ 2 സംഘങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന തർക്കമാണ് ഈ DJ പാർട്ടിക്കിടയിലുണ്ടായ ഈ തമ്മിലടിയിലേക്ക് നയിച്ചതെന്നാണ് വിവരം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഒരു പരാതി ഈ ഹോട്ടലിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ മർദ്ദനമേറ്റവരുടെയോ അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതേസമയം ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടി സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. മാത്രവുമല്ല ഈ സംഘത്തിൽ തലസ്ഥാനത്തെ അറിയപ്പെടുന്ന ചില ഗുണ്ടകളുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു സംഘർഷം, കയ്യാങ്കളി, കയ്യേറ്റം, തമ്മിലടി ഈ ഹോട്ടലിൽ വെച്ച് ഉണ്ടായതെന്ന സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദിശയിലേക്ക് കൂടി പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. നടൻ അജ്മലിനെതിരെ വെളിപ്പെടുത്തലുമായി കൂടുതൽ പെൺകുട്ടികൾ രംഗത്തെത്തി. അജ്മൽ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. നേരിട്ട് കാണണമെന്നും ഒരുമിച്ച് താമസിക്കണമെന്നും ആവശ്യപ്പെട്ടുവെന്ന് പെൺകുട്ടി പറയുന്നു. ഞാൻ അഥവാ ഈ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കാത്തത് ഇയാൾ എനിക്ക് മാത്രം മെസ്സേജ് അയച്ചിട്ടുള്ളൂ, അതോ ഇതെന്താണ് ഇയാളെന്താണ് ഇതുവരെ എക്സ്പോസ് ആവാത്തത്, ആവേണ്ടതാണല്ലോ. അന്ന് എനിക്കത്ര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അറിയാമല്ലോ, കാരണം വെറും 19 വയസ്സൊക്കെ ഉള്ളൂ. പിന്നെ അന്നുള്ള ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഫോണിൽ നിന്ന്. എന്നിട്ട് അല്ല, ഞങ്ങൾ വിചാരിച്ചത് പുള്ളിയൊന്നും ആയിരിക്കില്ല, പുള്ളി അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴല്ലേ സംഭവം മനസ്സിലായത് പുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, മാരീഡാണ് എന്നൊക്കെ. പിന്നെ അതും ഒരു ഞെട്ടലാണല്ലോ, കാരണം ഒരു ആക്ടർ, പുതിയ കാര്യമല്ല, പക്ഷെ എന്നാലും ഒരു നല്ല ധൈര്യത്തോടു കൂടി പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുക, ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുക. ഞാൻ എന്തെങ്കിലും സെക്സ് അങ്ങനെ ഒരു ഇതിൽ പോയിട്ടല്ലല്ലോ, ലൈക്ക് ഞാൻ ആ ഒരു ഇതിൽ ഇൻട്രസ്റ്റഡ് അങ്ങനെയൊന്നും ചോദിച്ചിട്ടല്ലല്ലോ. പുള്ളി ഇങ്ങോട്ട് തന്നെ വീട് എവിടെ കാണാൻ വരുന്നുണ്ടോ, ഞാനിവിടെ വരുന്നുണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ്, ഇതേപോലെ രീതിയിലാണ് എനിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ തുടങ്ങിയത്. അജ്മലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നും മറ്റൊരു പെൺകുട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾക്കൊപ്പം സിനിമയിൽ ഒപ്പം പ്രവർത്തിച്ച യുവതിക്കാണ് ദുരനുഭവം. പെട്ടെന്ന് സ്കെഡ്യൂൾ ബ്രേക്ക് ഇട്ടു. അപ്പം ഞാൻ ബാംഗ്ലൂരോട്ട് തിരിച്ചു വരാം. അപ്പം ഞാൻ ഓൾറെഡി ബസ് ബുക്ക് ചെയ്തേ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും ബാംഗ്ലൂരോട്ടുണ്ട്, അപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ഫ്ലൈറ്റിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മളെ വേറൊരു പുള്ളിക്കാരൻ ഇതുപോലെ എന്നെ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ എത്തി ഏർലി മോർണിംഗ്. എനിക്ക് രാവിലെ തന്നെ എനിക്കൊരു കോള് വരികയാണ്, അല്ല എനിക്ക് ആദ്യം മെസ്സേജ് എങ്ങാണ്ടാ വന്നേന്ന് തോന്നുന്നു, അജ്മലാണ്, എന്താണ് പരിപാടി, ഫ്രീ ആയിട്ട് പറ, മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഈവനിങ് ആയപ്പോൾ പുള്ളി എന്നെ വിളിച്ചു. ആളെന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആണ് ഞാനിപ്പം യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന വീഡിയോയിൽ പലരും പറയുന്ന സെയിം കാര്യങ്ങളാണ് ഞാനും കേട്ടത് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ ആ സമയത്ത് ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യണേ. അപ്പം എന്നോട് പറഞ്ഞു ഇതുപോലെ ആൾ ഇന്ദിരാനഗറാണ് സ്റ്റേ ചെയ്യണേ, ആൾക്ക് ഈവനിങ് അപ്പം താൻ ഇങ്ങോട്ട് വാ, നമുക്കൊരു പാർട്ടിയൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഇത്ര സമയമാകുമ്പം എൻ്റെ ഹോസ്റ്റൽ അടയ്ക്കും. അപ്പോൾ പറഞ്ഞു ഇല്ലടോ, താൻ എന്തായാലും
എന്തായാലും ലൈക്ക് എന്താ ഇങ്ങോട്ട് വായോ, ഇവിടെ തന്നെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അത് ശരിയാവില്ല, കാരണം എൻ്റെ ഹോസ്റ്റലിൽ ഇങ്ങനെ ടൈമിംഗ് ഉണ്ട്, അപ്പം എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സെറ്റിൽ വെച്ചിട്ട് പിന്നെയും ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സെറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഓരോ ലൈക്ക് എന്താ പറയുക, നമ്മളെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലൈക്ക് എന്താ പറയുക കാണിക്കലൊക്കെ ഞാൻ കണ്ടായിരുന്നു. നടൻ അജ്മലിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് പോത്തുണ്ടി ഇരട്ട കൊലപാതകത്തിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് പ്രതി ചെന്താമര. പ്രതിയെ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. സജിത വധക്കേസിൽ ജാമ്യത്തിൽ കഴിയവേ കഴിഞ്ഞ ജനുവരി 27-നാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. കോടതി നടപടികൾക്ക് ശേഷം ചെന്താമരയെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. കേസ് അടുത്ത മാസം 24-ന് കോടതി വീണ്ടും പരിഗണിക്കും. നെന്മാറ സജിത വധക്കേസിൽ പ്രതിയായ ചെന്താമരയെ ഇരട്ട ജീവപര്യന്തത്തിന് കഴിഞ്ഞ ദിവസമാണ് കോടതി ശിക്ഷിച്ചത്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. വിജയികൾക്ക് സമ്മാനിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണ കപ്പുമായുള്ള ഘോഷയാത്ര തിരുവനന്തപുരം പട്ടം ഗേൾസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഉദ്ഘാടന വേദിയായ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്നു. ഇന്ന് വൈകിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഞ്ജുഷ്, പരിപൂർണമായും ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇത്തരത്തിലൊരു വലിയൊരു പരിപാടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാൻ. വൈകുന്നേരം 4 മണിക്കാണ് ചടങ്ങ് സജ്ജീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയാണ് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ഇന്ത്യയുടെ തന്നെ അഭിമാന താരമായിട്ടുള്ള IM വിജയനാണ് ഇപ്പോൾ ഇതിന്റെ ദീപശിഖ പ്രയാണത്തിൽ മുഖ്യമന്ത്രി ശിവൻകുട്ടിയോടൊപ്പം ദീപശിഖ പ്രയാണം നടത്തുന്നത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുന്നത്. കേരളത്തിലെ ഓരോ ജില്ലയിൽ നിന്നുള്ള 300ഓളം വിദ്യാർത്ഥികൾ ഇവിടെ മാർച്ച് പാസ് നടത്തും. അതിനുശേഷമാണ് ഈ ചടങ്ങുകളിലേക്ക് നടത്തുക. 20,000 വിദ്യാർത്ഥികളാണ്, അതായത് കായിക താരങ്ങളാണ് ഈ പരിപാടിയിൽ മാറ്റുരയ്ക്കുന്നത്. അതിനൊപ്പം തന്നെ ഗൾഫ് മേഖലയിൽ നിന്നുള്ള 7 സ്കൂളുകളിൽ നിന്നുള്ള 32 വിദ്യാർത്ഥികൾ കൂടിയുണ്ട് എന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് രാവിലെ അടക്കം ഒരു ബാച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. അവരെ അടക്കം ഈ ഒരു മന്ത്രി നേരിട്ടെത്തി ഈ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ചെയ്യുന്ന ചടങ്ങുകളടക്കം നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കുട്ടികളടക്കം ഈ ഗാലറിയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടി ഗാലറികൾ നിറയും. അതിനുശേഷം മറ്റ് കാര്യപരിപാടികൾ നടക്കും. നാളെയാണ് ഈ ഒരു ഇനങ്ങളെല്ലാം ആരംഭിക്കുന്നത്. കാലാവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഒരു വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്നത്. കാരണം ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. വൈകുന്നേരത്തോടുകൂടി മാനം തെളിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല എങ്കിൽ മറ്റേ പ്ലാൻ ബിയിലേക്ക്, കഴിഞ്ഞ ദിവസം മന്ത്രി നമ്മോട് പ്രതികരിച്ചതുപോലെ തന്നെ പ്ലാൻ ബിയിലേക്ക് കാര്യങ്ങൾ ചിലപ്പോൾ കടന്നേക്കും. അത്തരത്തിലൊരു സാഹചര്യം നിലവിലില്ല. ചെറിയൊരു ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും സജ്ജീകരണങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. വൈകുന്നേരത്തോടുകൂടി ഈ കായിക മേളയ്ക്ക് തിരിതെളിയും. മഞ്ജുഷ്, ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് വൈകിട്ട് തുടക്കമാവുകയാണ്. മത്സരങ്ങൾ നാളെയാണ് തുടങ്ങുക. കോഴിക്കോട് പാളയം മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം വ്യാപാരികൾ. പ്രതിഷേധത്തിനിടെ കല്ലുത്താം കടവിൽ പുതിയ മാർക്കറ്റ് ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. 2 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ന്യൂ പാളയം മാർക്കറ്റ് യാഥാർത്ഥ്യമായത്. ചടങ്ങ് ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി വിമർശിച്ചു. 100 കോടി രൂപ ചെലവഴിച്ചാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ കല്ലുത്താൻ കടവിൽ പുതിയ പഴം പച്ചക്കറി മാർക്കറ്റ് സമുച്ചയം നിർമ്മിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർക്കറ്റ് നാടിന് സമർപ്പിച്ചു. പാളയത്തെ ഒരു വിഭാഗം വ്യാപാരികളും പ്രതിപക്ഷവും ചടങ്ങ് ബഹിഷ്കരിച്ചു. പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ നടന്നാൽ അത് നല്ലതാണെന്ന് അംഗീകരിച്ചാൽ എന്തോ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ചിലർ മാറുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ നല്ല കാര്യത്തിന് എല്ലാവരും ഒത്തുചേരുക എന്നതാണ് ഏറ്റവും പ്രധാനം. മാർക്കറ്റിലെ വിവിധ വിഭാഗങ്ങൾ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും MP രാജേഷും ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മേയർ M ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. നഗരത്തിലെ കച്ചവടം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നു എന്നാരോപിച്ച് ഒരു വിഭാഗം കച്ചവടക്കാർ ഉദ്ഘാടനം കരിദിനമായി ആചരിച്ചു. കറുത്ത ബാഡ്ജ് ധരിച്ച് ജോലിക്കെത്തിയ വ്യാപാരികൾ പാളയം മാർക്കറ്റിൽ
മനുഷ്യച്ചങ്ങലയും തീർത്തു. കല്ലുത്താൻകടവിൽ 5.5 ഏക്കർ സ്ഥലത്താണ് പുതിയ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 500-ലധികം വാഹനങ്ങൾക്ക് പാർക്കിംഗ്, സാധനങ്ങൾ മുകൾ നിലയിലെത്തിക്കാനുള്ള ലിഫ്റ്റ് സൗകര്യം അടക്കമുള്ളവയും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഹൃദ്രോഗ ചികിത്സ പ്രതിസന്ധിയിലേക്ക്. സ്റ്റെന്റ് വിതരണത്തിൽ ഭീമമായ തുക കുടിശ്ശിക വന്നതോടെ 4 സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള സ്റ്റോക്കുകൾ വിതരണ കമ്പനികൾ ഇന്നു മുതൽ തിരിച്ചെടുത്തു തുടങ്ങി. കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെയും എറണാകുളം ജനറൽ ആശുപത്രിയിലെയും സ്റ്റോക്കുകളാണ് കമ്പനികൾ തിരികെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഈ വർഷം മാർച്ച് 31 വരെ സ്റ്റെന്റ് വിതരണം നടത്തിയതിൽ 158 കോടിയിലധികം രൂപയാണ് കുടിശ്ശികയായുള്ളത്. സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിയതിന് കുടിശ്ശിക കൊടുത്തു തീർക്കാനായി ആരോഗ്യവകുപ്പ് തുക അനുവദിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇതിൽ ചെറിയ ശതമാനം തുക വിതരണക്കാർക്ക് നൽകിയിട്ടുമുണ്ട്. എന്നാൽ മുഴുവൻ തുകയും ലഭിക്കാത്തത് വിതരണ കമ്പനിക്കാരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഭീമമായ തുക കുടിശ്ശികയായതോടെ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് സ്റ്റെന്റ് വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ള കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെയും എറണാകുളം ജനറൽ ആശുപത്രിയിലെയും സ്റ്റോക്കുകളാണ് ആദ്യഘട്ടത്തിൽ തിരികെ എടുക്കുന്നത്. നിലവിൽ സർക്കാർ ആശുപത്രികളിൽ കൺസൈൻമെന്റ് വ്യവസ്ഥയിലാണ് സ്റ്റെന്റ് വിതരണം. വിഷയമുന്നയിച്ച് ആശുപത്രികളിലെ സ്റ്റോക്കുകൾ ഒക്ടോബർ 5 മുതൽ തിരിച്ചെടുക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഡോക്ടർമാരുടെ അടക്കം അഭ്യർത്ഥന പരിഗണിച്ചാണ് കൂടുതൽ സാവകാശം നൽകിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ശസ്ത്രക്രിയാ ഉപകരണ വിതരണത്തിലെ കുടിശ്ശിക ഗൗരവമുള്ള വിഷയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇക്കാര്യം സർക്കാർ ചർച്ച ചെയ്യും. സൗജന്യ ചികിത്സ നൽകിയതിന്റെ ഭാഗമായാണ് ഈ പ്രതിസന്ധി ഉണ്ടായതെന്നും മന്ത്രി. അല്ല, അത് വളരെ ഗൗരവമായി സർക്കാർ കാണുന്ന ഒരു വിഷയമാണ്. ഈ കുടിശ്ശിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ അത്രയും സൗജന്യ ചികിത്സ നൽകിയതാണല്ലോ. ഇപ്പോൾ കേരളത്തിൽ തന്നെ 3 മെഡിക്കൽ കോളേജുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇടയ്ക്ക് കാർഡിയോളജിസ്റ്റുകളുടെ എല്ലാ പ്രൈവറ്റും സർക്കാരും അവരുടെ സമ്മേളനം നടന്നപ്പോൾ അസോസിയേഷൻ അവരുടെ സമ്മേളനത്തിൽ അവർ കണക്കെടുത്തപ്പോൾ അവർ തന്നെ പറഞ്ഞതാണ് കേരളത്തിൽ എല്ലാ ആശുപത്രികളും നോക്കുമ്പോൾ സർക്കാരും സ്വകാര്യ മേഖലയും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻ നടക്കുന്നത് 3 മെഡിക്കൽ കോളേജുകളിലാണ്, കോഴിക്കോടും കോട്ടയവും തിരുവനന്തപുരവും. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും ഇൻ്റർവെൻഷൻസ് നടത്തുന്നു, അത്രയും സൗജന്യ ചികിത്സ നമ്മൾ നൽകുന്നു. അപ്പോൾ അത്രയും ആവശ്യം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ഈ വർഷങ്ങളിൽ നമുക്ക് ഓരോ വർഷവും കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് ഗൗരവമായിട്ട് തന്നെ കാണുന്നു. ഒരു വർഷം 1500-ലധികം കോടി രൂപ സംസ്ഥാന സർക്കാർ മാത്രം സൗജന്യ ചികിത്സയ്ക്ക് ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടിശ്ശിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സൗജന്യ ചികിത്സ നേടി അതിനുശേഷമുള്ള അത് നമ്മൾ പേ ചെയ്യാനുള്ളതാണ്, സർക്കാർ പേ ചെയ്യാനുള്ളതാണ്. അത് ഗൗരവത്തോടെ നോക്കി അതും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. എല്ലാം നമ്മൾ നോക്കുന്നു, ഗൗരവത്തോടെ നോക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചത് UDF കൺവീനറുടെ വ്യക്തിപരമായ നിലപാടാണെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA. ജോസ് കെ മാണി വിഭാഗം UDF വിട്ട ശേഷവും UDFന് ക്ഷീണമുണ്ടായിട്ടില്ല. സ്വന്തം തട്ടകങ്ങളിൽ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് കൊണ്ടുവരാൻ ഒരു ചർച്ചയും മുന്നണിയിൽ നടക്കുന്നില്ലെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF ഗവൺമെന്റ് രണ്ടാമത് അധികാരത്തിൽ വന്നത് ജോസ് കെ മാണി എന്നിട്ടല്ല. കേരളം അവരുടെ തട്ടങ്ങളിലൊക്കെ ഒരു തോറ്റു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ CPM-ന്റെയും കാര്യങ്ങളെയും കൊണ്ട് നിയമസഭയിലേക്ക് ഏതാനും സീറ്റുകൾ 99 ജയിച്ച കൂട്ടത്തിൽ അവിടെ ജയിച്ചു എന്നല്ലാതെ അവരുടെ തട്ടങ്ങളിൽ എന്താ സംഭവിച്ചത്? അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതൊരു അടിസ്ഥാന ഘടകമായി LDF-ലും പ്രശ്നം വരേണ്ട കാര്യമില്ല, UDF-ലും ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. വിവാദ സിനിമ ഹാൽ കേരള ഹൈക്കോടതി കാണും. കാക്കനാട് സ്റ്റുഡിയോയിൽ കേസിൽ ഹാജരായ അഭിഭാഷകർക്കൊപ്പം സിനിമ കാണാമെന്ന് ജസ്റ്റിസ് VG അരുൺ അറിയിച്ചു. 15ഓളം കട്ടുകൾ വേണമെന്ന സെൻസർ ബോർഡ് നിർദ്ദേശം സിനിമയുടെ കഥാഗതി തന്നെ മാറ്റുമെന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് നിർമ്മാതാവ് ജൂബി തോമസ്, സംവിധായകൻ മുഹമ്മദ് റഫീഖ് എന്നിവർ ഹർജി നൽകിയത്. ഇത് പരിഗണിച്ചാണ് സിനിമ കാണാൻ കോടതി തീരുമാനിച്ചത്. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത പ്രസിഡന്റ് KV ചാക്കോ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. സിനിമ കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് കോടതി അറിയിച്ചു. കക്ഷി ചേർന്ന കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധിയും സെൻസർ ബോർഡ് പ്രതിനിധികളും സിനിമ കാണാനെത്തും.
ദീപാവലിക്ക് പിന്നാലെ ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷം. ഇന്ന് പുലർച്ചെ 5:30 രാജ്യ തലസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ശരാശരി AQI 346 പലയിടത്തും പുകമഞ്ഞ് രൂപപ്പെട്ടത് ഗതാഗതത്തെയും ബാധിച്ചു. ഇന്നലെ രാത്രി 10 മണിക്ക് ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും 400-ന് മുകളിലായിരുന്നു വായു നിലവാരം. ശരീരത്തിന് ഹാനികരമായ അതിഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഈ നിലയിൽ ഉണ്ടാകാനിടയുണ്ട്. പ്രായമായവരും കുട്ടികളും പരമാവധി വീടുകളിൽ തന്നെ തുടരണമെന്ന് ഡൽഹി സർക്കാർ നിർദ്ദേശിച്ചു. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഇത്തവണ ഡൽഹിയിൽ ഗ്രീൻ ക്രാക്കേഴ്സാണ് ദീപാവലി ദിവസം പൊട്ടിച്ചത്. എന്നാൽ സമീപ പ്രദേശങ്ങളിലെ പടക്കങ്ങളുടെ ഉപയോഗം തലസ്ഥാന നഗരിയെയും ബാധിക്കുകയായിരുന്നു. കണ്ണൂരിൽ മധ്യവയസ്കയെ കടവരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തോട്ടട സമാജ്വാദി കോളനിയിലെ ഷെൽവിയാണ് മരിച്ചത്. ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തെ കടവരാന്തയിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. കണ്ണൂർ ടൗൺ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പാലക്കാട് ഉദ്ഘാടനത്തിന് പിന്നാലെ തൂക്കുപാലത്തിന്റെ കൈവരികൾ തകർന്നതായി പരാതി. ഇന്നലെ കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്ത തൃപ്പാളൂരിലെ തൂക്കുപാലത്തിന്റെ കൈവരികളാണ് നിലം പതിച്ചത്. ഗായത്രി പുഴയ്ക്ക് കുറുകെ തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലേക്കാണ് ഇത് നിർമ്മിച്ചത്. KD പ്രസേനൻ MLAയുടെ നിർദ്ദേശാനുസരണം ബജറ്റ് വിഹിതമായി അനുവദിച്ച 5 കോടി വിനിയോഗിച്ചായിരുന്നു തൂക്കുപാലവും അനുബന്ധ സൗകര്യങ്ങളും സജ്ജമാക്കിയത്. കുളിക്കടവ് ഓപ്പണിംഗ്, കുട്ടികളുടെ കളിസ്ഥലം, കഫേ ഷോപ്പ്, ടോയ്ലറ്റ് ബ്ലോക്ക് തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നു. കൈവരികൾ തകർന്നതിൽ കുനിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു. കോഴിക്കോട് മുക്കം നഗരസഭയിൽ UDFന്റെ പ്രതിഷേധം. ഉദ്യോഗസ്ഥ ഒത്താശയോടെ CPM പ്രവർത്തകർ UDF വോട്ടുകൾ ഇല്ലാതാക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മാർച്ച് നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു. പൊതുയോഗം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് CK കാസിം ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ M മധു മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. പത്തനംതിട്ട നഗരപ്രദേശത്തും കാട്ടുപന്നി ശല്യം അതിരൂക്ഷം. നഗരസഭയുടെ വല്യേന്തി സ്വദേശിയായ മാത്യുവിന്റെ കൃഷിയിടത്തിലെ കപ്പയും ചേമ്പും അടങ്ങുന്ന കൃഷികളാണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചത്. കാട്ടുപന്നി ശല്യം തടയാൻ നഗരസഭാ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പത്തനംതിട്ട നഗരസഭ പ്രദേശത്തെ വല്യന്തിയിലെ മാത്യുവിന്റെ കൃഷിയിടത്തിലെ കപ്പയും ചേനയും കാച്ചിലുമെല്ലാം കാട്ടുപന്നിക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചത്. പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിലെത്തുന്ന കാട്ടുപന്നികളെ തുരത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികൾ. ഒരു 10-25 മൂട് കപ്പ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. ഇത് എല്ലാ വർഷവും ഇത് സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇവിടെ നമ്മൾ എത്ര ബന്ധസ്ഥാട് ഇത് കെട്ടിയത് വെച്ചെന്ന് പറഞ്ഞാൽ ഇത് ഏതിലേലും ഞൊളഞ്ഞ് കയറും എന്നുള്ളതാണ്. നമ്മൾ വർഷങ്ങളായിട്ട് എന്താ പറയുക, ഇതിനകത്ത് അധ്വാനി നമുക്ക് പ്രയോജനങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിത് വസ്തു വെറുതെ കാട് പിടിച്ച് കളയണ്ടെന്ന് വിചാരിച്ച് നമ്മളിത് എന്തെങ്കിലും അങ്ങ് ചെയ്യും, ആഗ്രഹത്തിന് വലിയ അങ്ങ് ചെയ്യുവാണ്. വിളവെടുക്കാൻ പാകമായ കൃഷികളാണ് കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത്. കൃഷിയിടങ്ങളിൽ സംരക്ഷണ വേലിയുണ്ടെങ്കിലും അതെല്ലാം പന്നിക്കൂട്ടം തകർക്കുന്നു. കാട്ടുപന്നി ശല്യം തടയാൻ നഗരസഭയും അധികൃതരും നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രദേശത്തെ ജനപ്രതിനിധികളുടെ ആക്ഷേപം. രൂക്ഷമായ പ്രതിസന്ധിയിലാണ്. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം. ബന്ധപ്പെട്ട സർക്കാരുകൾ ഇക്കാര്യത്തിൽ നിസ്സംഗതയിലാണ്. അതേപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ കർഷകരെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ്. ഇവിടെ കർഷകർക്ക് സംരക്ഷണം ലഭിക്കുകയും അതേപോലെ തന്നെ മരണപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുകയും ചികിത്സാ സഹായവും ലഭിക്കാൻ ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനം അതിനകത്ത് ഇടപെട്ട് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കാർഷിക കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകരും പ്രദേശത്തുണ്ട്. കാട്ടുപന്നി ശല്യത്തിൽ കൃഷി നശിച്ച പല കർഷകരും കടക്കെണിയിലായി. നഗരസഭാ പ്രദേശങ്ങളായ വെല്യന്തി, നാരങ്ങാനം, മൈലപ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായി തുടരുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കാട്ടാനക്കലിയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഇടുക്കി പൂപ്പാറ മൂലത്തറ സ്വദേശിനിയായ ജയരാജ. തലനാരിഴയ്ക്ക് ജീവൻ തിരികെ കിട്ടിയെങ്കിലും ഇന്നും നിരവധി ശാരീരിക പ്രതിസന്ധികളിലാണ് ഇവരുടെ ജീവിതം. ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചെലവിടേണ്ടി വന്നെങ്കിലും സർക്കാരിൽ നിന്ന് ഒരു സഹായവും കിട്ടിയിട്ടില്ല. 2010 ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ജയയെ കാട്ടാന ആക്രമിച്ചത്. ആന ചവിട്ടിയതിനെ തുടർന്ന് വാരിയലിനും തോളലിനും ഗുരുതരമായ പരിക്കേറ്റു. തുടർന്ന് വർഷങ്ങളുടെ ചികിത്സയ്ക്കൊടുവിലാണ് ഇവർ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. ജീവൻ തിരികെ ലഭിച്ചെങ്കിലും ജീവിതം ഇപ്പോഴും ദുരിതപൂർണമാണ്. വലത് കൈക്ക് സ്വാധീനക്കുറവുള്ളതിനാൽ ഒരു ജോലിക്കും പോകാൻ സാധിക്കില്ല.
ആനയുടെ ആക്രമണത്തിന്റെ അടയാളം മാറാതെ ഇപ്പോഴും ദേഹത്തുണ്ട്. ലക്ഷങ്ങൾ കടം മേടിച്ചാണ് കുടുംബം ജയയുടെ ചികിത്സ നടത്തിയത്. ആൾ മരണപ്പെട്ടാൽ മാത്രമേ ധനസഹായം നൽകൂ എന്നായിരുന്നു വനം വകുപ്പിന്റെ നിലപാട്. ആകെ 5000 രൂപ നൽകാമെന്നായിരുന്നു വനം വകുപ്പിന്റെ വാഗ്ദാനം. ഒരു നേരത്തെ മരുന്നിന് പോലും തുക തികയാത്തതിനാൽ ആ നിർദ്ദേശം കുടുംബം നിരസിച്ചു. 3 வருஷம் படுத்ததுலேயே தான் அடைச்சி தூக்கி விட்டா செஞ்சாட்டே சாப்பாடு இதுகள்லாம் இந்த கை வராது, இந்த முதுகு போயிடுச்சு, எதுவுமே ஒன்றுமே செய்ய முடியாது. கனத்த வேலையெல்லாம் செய்ய முடியாது. அதுக்கு ஒரு டீ கடை வச்சு ஒரு 2 லிட்டர் பாலை வச்சு நான் என் பிள்ளைகளை வளர்த்துட்டேன். கை தூக்க முடியாது, வேதனை. 15 வருஷம் ஆச்சு, இன்னும் மண்டையில் வெயிட் வைக்க முடியாது, செய்ய முடியாது. அதனாலே வேலைக்கு போக முடியல. போனால் காய் சமைக்கணும், அதனாலே வேலைக்கு போக முடியல. VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്ത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിച്ച തുക മാത്രമാണ് ഇവർക്ക് ലഭിച്ച ഏക സർക്കാർ സഹായം. മറ്റ് ജോലികളൊന്നും ചെയ്യാനാവാത്തതിനാൽ ചെറിയ ചായക്കട നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. പക്ഷേ അപ്പോഴും ചികിത്സയ്ക്കായി വാങ്ങിയ ലക്ഷങ്ങളുടെ കടം പ്രതിസന്ധിയായി നിലനിൽക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച വയോധിക മരിച്ചു. കഴിഞ്ഞ 16-ന് രോഗം സ്ഥിരീകരിച്ച പോത്തൻകോട് വാവറെ അമ്പലം സ്വദേശിനി ഹബ്സ ബീവിയാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു മരണം. ഇതോടെ തലസ്ഥാനത്ത് 2 ദിവസത്തിനിടെ 2 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചു. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഒരു ആശങ്കപ്പെടുത്തുന്ന ഒന്നാണല്ലോ, അതുമാത്രമല്ല കൂടുതൽ പേർക്ക് സ്ഥിരീകരിച്ചിട്ടുമുണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ. മഞ്ജുഷ്, 2 ആഴ്ച മുമ്പ് പനി വരികയും രോഗം മൂർച്ഛിക്കുകയും പനി വിട്ടുമാറാതിനെ തുടർന്ന് വീണ്ടും സ്രവ പരിശോധന നടത്തിയപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്ത 79 വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ 11 മണിയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നത്. മുഖത്ത് നീരും പനിയും കുറയാത്തതിനാലായിരുന്നു അവരെ ആദ്യം ICUവിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് സ്ട്രോക്കിന് സമാനമായ ചില ലക്ഷണങ്ങൾ കാണിക്കുകയും പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ അവർ ചികിത്സയിൽ തുടരുകയായിരുന്നു. പക്ഷേ മറ്റ് വൃക്ക സംബന്ധമായ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നതിനാൽ ഡയാലിസിസ് അടക്കം പലതവണ അവർക്ക് നടത്തിയെങ്കിലും ഈ പനി വിട്ടുമാറാതിരുന്നതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് സ്രവ പരിശോധനയിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. നിലവിൽ ഇവരുടെ കിണറ്റിലെ വെള്ളത്തിന്റെ സാമ്പിൾ ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്കായി ശേഖരിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ രോഗം പിടിപെട്ടത് എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നത്. ആശങ്കാജനകമല്ല, ജാഗ്രത പുലർത്തിയാൽ മതി നിലവിലെ സാഹചര്യത്തിൽ എന്ന ഒരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ശരി, ഡാനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് 2 ദിവസത്തിനുള്ളിൽ 2 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് KP അഭിലാഷ് ചേരും.